ഇന്നത്തെ റെസിപ്പി ഒരു നാടൻ പുളിങ്കറിയാണ്. ചേർക്കേണ്ട സാധനങ്ങളൊക്കെ വറുത്ത് പൊടിച്ച് ചേർത്ത് ചെയ്തെടുക്കുന്ന രീതിയിൽ. ഞാനിവിടെ മത്തങ്ങായും വെള്ളരിക്കയും ചേർത്താണ് ഇപ്പോൾ ചെയ്ത് കാണിക്കുന്നത്. ഇത് മത്തങ്ങായും കുമ്പളങ്ങായും ഒക്കെ ചേർത്ത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിനെ എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യമേ തന്നെ വറുത്തെടുക്കാനുണ്ട്. ചൂട് കട്ടിയുള്ള കടായി വയ്ക്കുക. 2 ടീസ്പൂൺ മല്ലി ചേർക്കുക. ഇനി എരിവിനനുസരിച്ച് 3-4 വറ്റൽമുളക് ചേർക്കുക. ഇത് വറുത്തെടുക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ തീയിൽ തന്നെ വറുത്തെടുക്കണം. നന്നായിട്ട് മൂത്ത് വരണം. ആദ്യമേ ഒരു 10-15 സെക്കൻഡ് നേരത്തേന് ഈ മുളകും മല്ലിയും മാത്രമായിട്ടൊന്ന് ഇളക്കി ചൂടാക്കി എടുക്കുക. അതിനുശേഷം ബാക്കിയുള്ളത് ചേർക്കുക. ഇത് രണ്ടും ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർക്കുക. കൂടെ തന്നെ 1 ടീസ്പൂൺ അരി ചേർക്കുക. ഇത്ര ഒരല്പം മാത്രമേ ഉലുവ ചേർക്കാവൂ. ഇനി ഉലുവപ്പൊടിയൂടെ പിന്നീട് ചേർക്കുന്നുണ്ട്. മല്ലിമുളകിൻ്റെ കൂടെ തന്നെ അരിയും ഉലുവയും ചേർക്കാത്തതിൻ്റെ കാരണം ഇളക്കുന്ന സമയത്ത് ഈ അരി അടിയിലായിട്ട് വരും. പെട്ടെന്ന് അങ്ങ് അരി മൂത്ത് പോകും. പ്രത്യേകിച്ച് ഉലുവയും അങ്ങ് കറുത്തു പോകും. അപ്പോൾ ഒരേപോലെ മൂത്ത് വരത്തില്ല. അതുകൊണ്ടാണ് കുറച്ച് സെക്കൻഡിന് ശേഷം അരി ഉലുവയും ചേർത്തത്. നന്നായിട്ട് ഇളക്കി തന്നെ കൊടുത്തുകൊണ്ടിരിക്കുക. ചെറു തീയിൽ തന്നെ. ഇത് നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട്. നല്ലൊരു മണം വരും ഇത് മൂത്ത് കഴിയുമ്പോൾ. ഇനി ഗ്യാസ് ഓഫ് ചെയ്യുക. ആറാൻ വേണ്ടി ഒരല്പം ആറിയതിന് ശേഷം നല്ലവണ്ണം പൊടിക്കണം. മാറ്റി വയ്ക്കാം. ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നല്ലവണ്ണം ഒന്ന് പൊടിച്ച് മാറ്റി വയ്ക്കാം. ഇനി ഈ പൊടി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഈ ജാറിൽ തന്നെ ഇനി അരയ്ക്കാനുണ്ട്. ജാറിനി കഴുകണ്ട, അതേ ജാറിൽ തന്നെ അരയ്ക്കാം. ഒരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 2-3 ടേബിൾ സ്പൂൺ തേങ്ങ എടുക്കുക. ഒത്തിരി വേണ്ട തേങ്ങ. അരയാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ച് ഇതിനെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. നാടൻ കറിയാണ്. ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1.5 കപ്പ് മത്തങ്ങ അരിഞ്ഞ് ചേർക്കുക. 1 കപ്പോളം വെള്ളരിക്കയാണ് എടുത്തിട്ടുള്ളത്. അതുകൂടി ചേർക്കുക. മത്തങ്ങയുടെ അളവ് അല്പം കൂടുതലായിട്ട് നിൽക്കുന്ന രീതിയിലാണ് ചേർത്തിട്ടുള്ളത്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക. കഷ്ണങ്ങൾക്ക് ആവശ്യമുള്ള ഉപ്പുകൂടി ചേർക്കുക. ഇനി വേകാൻ വേണ്ടി 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇത് വേണേൽ കുക്കറിലായാലും വേവിച്ചെടുക്കുക. ഒത്തിരി ഉടഞ്ഞ് കലങ്ങി പോകാതെ പാകത്തിനളവിൽ വേവിച്ചെടുക്കണമെന്ന് മാത്രം. ഇനി മൂടി വെച്ച് നല്ലവണ്ണം ഇതൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേവിച്ചെടുക്കുക. എന്നിട്ട് കഷ്ണങ്ങളായിട്ട് കിടക്കുകയും വേണം. അല്പം ഒന്ന് മത്തങ്ങ ഉടഞ്ഞോട്ട് കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലോട്ട് പുളി ചേർക്കണം. ഞാനിവിടെ ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിൽ വാളൻ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ പൊടിച്ചു വെച്ചിരിക്കുന്ന പൊടി ചേർക്കുക. കൂടെ നന്നായിട്ട് അരച്ച തേങ്ങയും ചേർക്കുക. ഇനി ഇതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. ഇനി ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഇത് വെള്ളം കൂടുതലായിട്ട് തോന്നും. പക്ഷേ ഇതിനി തിളയ്ക്കാനുണ്ട്. നല്ലവണ്ണം തിളച്ച് ആ ചേർത്തൊക്കെ യോജിച്ച് വരാനുണ്ട്. പിന്നെ കറി ഒന്നുകൂടെ കുറുകയും ചെയ്യും. അപ്പോൾ ശരിയായിക്കോളും. പാകത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം ഉപ്പ് പോരെങ്കിൽ ഉപ്പൂടെ ചേർത്തിട്ടുണ്ട്. ഒരല്പം കറിവേപ്പിലൂടെ ചേർത്തിട്ടുണ്ട്. വീണ്ടും ഇത് മൂടി വെച്ച് നല്ലവണ്ണം ഒന്ന് വെട്ടി തിളച്ചിട്ട് വേണം അടുത്ത 2 ഐറ്റം കൂടി ചേർക്കാനുണ്ട്. ഇത് നല്ലവണ്ണം വെട്ടി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരല്പം കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരല്പം മാത്രം ചേർക്കുക. ഉലുവ വറുത്ത് പൊടിച്ചുകൂടി ചേർക്കുക. ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുത്തിട്ട് ഇതിനെ വെട്ടി തിളയ്ക്കാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഒരു 3 മിനിറ്റ് നേരത്തോളം നല്ലവണ്ണം ഒന്ന് വെട്ടി തിളയ്ക്കട്ടെ. അപ്പോൾ കറി ഇനി കുറച്ചുകൂടി കുറുകാനുണ്ട്. അരപ്പൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് വരട്ടെ. മൂടി വയ്ക്കാം.
ഇതാ കറി കുറുകി വന്നിട്ടുണ്ട്, പാകത്തിനായിട്ടുണ്ട്. പുളിങ്കറിയല്ലേ, പുളി അല്പം ഒന്ന് മുന്നേ നിൽക്കുന്ന രീതി വേണം പുളി ഒഴിക്കാനായിട്ട്. ഈ സമയത്ത് ഒരല്പം ശർക്കര ചേർക്കാം, ടേസ്റ്റ് ബാലൻസ് ആകാൻ വേണ്ടി. ഞാനിതിൽ മത്തങ്ങയ്ക്ക് ചെറിയൊരു മധുരം ഉള്ളത് കാരണം ഞാനിതിൽ ചേർക്കുന്നില്ല, ചേർക്കേണ്ടവർക്ക് ചേർക്കാം. തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കുറുകിയും വരും. ഇനി ഇതിൽ കടുക് താളിക്കാനായിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുക. കടുക് ഇട്ടിട്ടുണ്ട്. കുറച്ച് ചെറുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയിട്ട് നന്നായിട്ട് ഇത് മൂപ്പിച്ചെടുക്കണം. ചെറുള്ളി ഒന്ന് ബ്രൗൺ ആകണം, അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതാ ഉള്ളി ഒട്ടും കരിഞ്ഞു പോകാതെ ബ്രൗൺ ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യുക. ഒരല്പം കാശ്മീരി മുളക് പൊടിയുടെ ചേർത്ത് ഇളക്കുക. ഇനി ഇത് കറി ചേർക്കാം. കടുക് ചേർത്ത ഉടനെ തന്നെ ഇളക്കരുത്. ഒരു 5 മിനിറ്റോളം ഒന്ന് മൂടി വയ്ക്കാം. ശേഷം ഇളക്കിയെടുക്കുക. നല്ലവണ്ണം തണുത്ത് കഴിയുമ്പോഴത്തേന് കറി കുറച്ചുകൂടി ഡാർക്ക് കളറാവും, ഒന്നുകൂടി ഒന്ന് കുറുകിയുടെ വരും. നല്ലൊരു നാടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്കും ഹൈപ്പും തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് ടിക്കാക്കിടാനും മറക്കരുത്. ഇതുവരെ തന്ന സപ്പോർട്ടിനെല്ലാം ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.